മഞ്ഞൾ തേച്ചു കുളിക്കും പുലർകാല സന്ധ്യേ നിന്നെ തിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തെന്നലോ മഞ്ഞാട മാറ്റിയൊടുക്കും മഴവിൽ തിടമ്പേ നിന്റെ മണിമാറിൽ മുത്തും രാത്രി നിഴലോ തിങ്കളോ ഉടനീർത്തുമാകാശം കുടിലായി നിൽക്കും ദൂരെ ഒഴിയാക്കിനാവെല്ലാം മഴയായി തുളുമ്പും ചാരെ ഒരുപാട് സ്നേഹം തേടും മനസ്സിൻ പുണ്യമായി മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ആ തൊടുമ്പോ കുളിരുന്ന കായൽ പെണ്ണിൻ കുരുസിന്റെ കൊഞ്ചൽ നെഞ്ചിലുണരും രാത്രിയിൽ ഒരു തോടിപ്പാട്ടിലണിഞ്ഞൻ മനസ്സിന്റെ മാമ്പൂമേട്ടിൽ കുറുകുന്നു മെല്ലെ കുഞ്ഞു കുറുവാൽ മൈനകൾ മയിൽപ്പീലി നീർത്തുന്നു മധുമന്ദഹാസം ചുണ്ടിൽ മൃദുവായി മോളുന്നു മുളവേണുനാദം നെഞ്ചിൽ ഒരുപാട് സ്വപ്നം കാണും മനസ്സിൻ പുണ്യമായി മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ ഭഗവതി വീണ്ടും പടകൂടി വരികയാണല്ലോ. മുത്തശ്ശനൊന്നും മിണ്ടാണ്ടിരിക്കേ. എന്ത് കാഴ്ച കാണാനായിട്ട് ചാടി ഇറങ്ങിയത്? കേറി പോടിയത്. എന്നാലും എന്നെ എങ്ങനെ ഒരു പുലിവാലി പിടിപ്പിക്കേണ്ടിയിരുന്നില്ല. എന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ ഇതിലൊക്കെ കയറി ഇടപെട്ടത്. അതിപ്പോ എനിക്കൊരു കോടാലിയായി. ഇതാ സകലുണ്ടോ എന്റെ കൊങ്ങിക്ക് കയറി പിടിക്കുക. എന്താ തങ്കപ്പനായരെ? ഒന്നും അറിയാത്ത പച്ച പാവം. എടി നിന്നെ ആലോചിച്ചിട്ടൊന്നുമല്ല, ഇങ്ങനെ ഒരു മര്യാദക്കാരനായതുകൊണ്ടാ ഒരു ഒത്തുതീർപ്പിന് സമ്മതിച്ചത്. അല്ലെങ്കിൽ കൊടുത്ത കാശ് വാങ്ങിക്കാനും ഞങ്ങൾക്കറിയാം. നിങ്ങൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ എഴുതി തന്നത് 3 കൊല്ലത്തിനുള്ളിൽ തരാന്നല്ലേ. ഇപ്പൊ കൊല്ലം 1 കഴിഞ്ഞുള്ളൂ. ആ കൊല്ലക്കണക്കൊക്കെ അവിടെ ഇരിക്കട്ടെ. ദാമോദരന്റെ കാശ് കിട്ടിയപ്പോ ആദ്യം ഭൂമിയുടെ കടം തീർത്തു. എടി ഞങ്ങളുടെ കാശും കാശാ. നിങ്ങൾ എന്തായി പറയണേ? ഇത് ലേലത്തിന് വെച്ചിരിക്കുക. ഏട്ടന്റെ കാശൊന്നും കിട്ടിയിട്ടില്ല. ആ ബോംബെക്കാരന്റെ ലക്ഷങ്ങളുണ്ട്. പിന്നെ കാശിനാണോടി പഞ്ഞം? എന്റെ മുറ്റത്തൊന്ന് ചെറ്റത്തരം പറഞ്ഞ എന്റെ സ്വഭാവം മാറൂട്ടോ. എടി കൈ കിടന്ന കാശെടുത്ത് നിന്റെ ഏട്ടന് കൊടുത്തിട്ട് ആ കാശ് ചോദിക്കാണ് നിന്റെ മുറ്റത്ത് വന്നത്, അല്ലാണ്ട് മറ്റേനല്ല. അലമ്പുണ്ടാക്കരുത്. പിന്നെ അവിടെ നാക്കിന്ന് വീണത് കണ്ടില്ലേ നായിന്റെ മോള്. അങ്ങനെ ഇവിടെ ചെല്ലു ചുറ്റിപ്പറ്റി നടക്കണുണ്ട്. ഞങ്ങൾക്ക് അതല്ല വേണ്ടത്, ഞങ്ങളുടെ കാശാ. എനിക്കതായാലും മതി. പട്ടി നീ കാണിക്കണേ? നീ അവരോട് ദേഷ്യപ്പെടാ. അവരോട് സമാധാനമായിട്ട് കാര്യം പറ. നമ്മൾ അവർക്ക് കാശ് കൊടുക്കാനുള്ളതല്ലേ. അവര് പറയണതോ ഏട്ടന്റെ കാശ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. സൊസൈറ്റിയുടെ കടം തീർത്തു എന്നൊക്കെ പറഞ്ഞത് ആരോ നുണ പറഞ്ഞതാ. നുണയൊന്നും അല്ല, ബാങ്കിന്റെ കടം തീർത്തു.
പലിശ അടക്കം 70,285 രൂപ 40 പൈസ. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേ, പെണ്ണ് വിചാരിച്ച 70,000 അല്ല 70 ലക്ഷം ഉണ്ടാക്കി കൂടെ. ഞങ്ങളുടെ കാശുകൂടി തരാൻ പറയടി. ചേട്ടോ, നാക്കിന് എല്ലില്ല എന്ന് വെച്ച് എന്ത് പുല്ലും പറയണ ശരിയല്ല. അത് പല്ലിന് കേടാ. താൻ ഞങ്ങളെ നശിപ്പിച്ച് നാട്ടിൽ ചടങ്ങു. ആരോട് ചോദിച്ചിട്ടാ താൻ ഞങ്ങളുടെ കടം വീട്ടിയെ? നിങ്ങളുടെ കടമല്ല, ദാമു ഉണ്ടാക്കിയ കടം. ദാമു പറഞ്ഞു വിട്ടു കടം വീട്ടണം, പണം തന്നു, ഞാൻ വീട്ടി. അല്ല, കാശ് കിട്ടിയാൽ ആദ്യം ഇവരുടെ കടം വിട്ടാന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അത് ഭാനുമതിയല്ലേ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കണേ, ദാമു അല്ലല്ലോ. എനിക്ക് ദാമു പറയണ പോലെ ചെയ്യാൻ പറ്റൂ. സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ എത്ര രൂപ തരാനുണ്ട്? 5ഉം 10ഉം ആയിട്ട് 40,000 രൂപ അതിന്റെ പലിശയും. 100ക്ക് 10 വെച്ച്. അത് പള്ളി പറഞ്ഞാ മതി. അത് കൊള്ളപ്പലിശയാ. ബാങ്ക് പലിശ തരും. എന്റെ കയ്യില് കുറച്ച് കാശ് കൂടിയുണ്ട്, ഒരു 25,000 രൂപ. അത് വേണമെങ്കിൽ തരാം. വേണോ? ബാക്കിയോ? ബാക്കി ഒരു 6 മാസത്തിനകം ഞാൻ തന്നെ തരാം. അതിനു മുമ്പ് നിങ്ങൾ തിരിച്ച് ബോംബെക്ക് പോയില്ലേ? ഞാൻ എങ്ങോട്ട് തിരിച്ചു പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് സമ്മതമുള്ളവർക്ക് എന്റെ കൂടെ വരാം. വരുന്നില്ലേ?